ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് PYQs ആണ്. സിലബസ് മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിലാണ്, അതായത് കെമിസ്ട്രിയും മൈക്രോയും എല്ലാ പോർഷൻസും ഉൾപ്പെടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാം ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക്, മോഡൽ എക്സാമിൻ്റെ ഒരു ഫ്രീ ടെസ്റ്റിൻ്റെ നമ്മുടെ PSCയുടെ അതേ പാറ്റേണിൽ അതേ ടൈമിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ നെഗറ്റീവ് മാർക്കൊക്കെ കൊടുത്തൊരു ടെസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ടൈം ഔട്ട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഈ ടെലഗ്രാം ചാനലിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് കെമിസ്ട്രി ടിപ്സ് ജോബ്സ് എന്ന ഒരു ചാനലുണ്ട്, കെമിസ്ട്രിയുടെ മാത്രം ഒരു ടെലഗ്രാം ചാനലുണ്ട്, കെമിസ്ട്രി ടിപ്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ, അങ്ങനെ 3 ടെലഗ്രാം ചാനലാണ് പബ്ലിക്കിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രീ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. താല്പര്യമുള്ളവർ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, our first question: the number of normal modes of vibration of C6H6 molecule is dash. Options 30, 36, 31, 35. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാനിറ്ററി എക്സാമായി റിലേറ്റ് ചെയ്ത് നമ്മൾ PYQs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ് ഈ മോഡൽ. അതായത് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷനൊക്കെ കാണാനായിട്ട് സ്ഥിരമായി ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കമൻറ്റിൽ ഡൗട്ട് വന്നിരുന്നു, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നെങ്ങനെ അറിയാമെന്ന്. അതുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആ ചോദിച്ച ആൾക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ മുൻപ് ചെയ്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ മോളിക്യൂൾസിനെയും നോൺ ലീനിയർ മോളിക്യൂൾസിനെയും തിരിച്ചറിയാൻ സാധിക്കും. കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഇക്വേഷനാണ് വരുന്നത്, 3n-5 ആണോ 3n-6 ആണോ എന്നറിയണമെങ്കിൽ തന്നിരിക്കുന്നത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ C6H6 ആണ് നമ്മുടെ മോളിക്യൂള്. ഇവിടെ അറിയേണ്ടത് ഇത് നോൺ ലീനിയർ ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എത്ര ആറ്റംസ് ഉണ്ട്, അതാണ് നമ്പർ ഓഫ് ആറ്റം ആണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 6 കാർബണും 6 ഹൈഡ്രജനും ആയതുകൊണ്ട് ടോട്ടൽ 12 ആറ്റംസ് ആണ്. സോ N = 12. നമ്മുടെ ഇക്വേഷനിലോട്ട് ഇതിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 3 × 12 - 6 = 30 എന്ന് വരും. അതായത് ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ആ മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാം കേട്ടോ. നെക്സ്റ്റ് വൺ: റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഫോളോസ് ഡാഷ് ഓർഡർ കൈനറ്റിക്സ്. ഓപ്ഷൻസ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, 0 ഓർഡർ, തേർഡ് ഓർഡർ. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? യെസ്, ഓപ്ഷൻ A ഫസ്റ്റ് ഓർഡർ ആണ്. റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. നെക്സ്റ്റ് വൺ: ഹൗ മെനി പീക്സ് ആർ ഒബ്സർവ്ഡ് ഇൻ ദ IR സ്പെക്ട്രം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ? ഓപ്ഷൻസ് 3, 4, 2, 1. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂളാണ്. അത് 2 പീക്സ് ആണ് അതിൻ്റെ സ്പെക്ട്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്ര പീക്ക് കിട്ടുന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? 2 പീക്സ് ആണ് കേട്ടോ. 2 ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്, ഇൻ പ്ലെയിൻ ആൻഡ് ഔട്ട് ഓഫ് പ്ലെയിൻ. 2 ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്. പിന്നെ ഇതെന്താണ്? 2 പീക്സ് ആണ് സ്പെക്ട്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആണ്. അതൊക്കെ ഡീജനറേറ്റ് ആയിരിക്കും. എന്താ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ എനർജി ഉള്ളതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ: sea water will boil at a temperature. Options higher than pure water, lower than pure water, same as that of pure water, cannot be predicted. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ്, ഹയർ ദാൻ പ്യുവർ വാട്ടർ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിനേക്കാളും ഹയർ ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ദ അഡീഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. നമ്മൾ വെള്ളത്തിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ, നമ്മുടെ സോൾട്ടിൻ്റെ അഡീഷൻ വരുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് ഹയർ ദാൻ ദ പ്യുവർ വാട്ടർ. Next one: a system which can exchange neither energy nor matter with surrounding is called.
ഓപ്ഷൻസ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നൈദർ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, രണ്ടും എക്സ്ചേഞ്ച് ചെയ്യാത്ത കേസിൽ ഏതാണ് ആൻസർ വരിക? ഐസൊലേറ്റഡ് ആണ് വരിക. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൽ കോഫി കൊടുന്ന് വയ്ക്കുന്ന മാറ്റർ പോവും, അതുപോലെ തന്നെ നമ്മുടെ എനർജിയും പോവും. ക്ലോസ്ഡ് ആകുമ്പോഴോ എനർജി മാത്രമേ പോവുള്ളൂ, അതുപോലെ മാറ്റർ പോവില്ല. അതായത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കോഫി ആണെങ്കിൽ. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു ഫ്ലാസ്ക് ആണ്. അപ്പോൾ അവിടെ ചൂടും നിൽക്കും, മാറ്ററും പോവില്ല അല്ലേ. അപ്പോൾ അതാണ് അവിടെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, next question. Which acid is used for cleaning glass wires in the laboratory? Option sulfuric acid, hydrochloric acid, nitric acid, chromic acid. Correct answer ഏതാ വരുന്നത്? അതെ, ക്രോമിക് ആസിഡ് ആണ്. എന്തിനുപയോഗിക്കുന്നത്? ക്ലീനിങ് ഗ്ലാസ് വയേഴ്സ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഗ്ലാസ് വയേഴ്സ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ആസിഡാണ്? ക്രോമിക് ആസിഡ്. ഇതെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് എ ഹോമോപോളിമർ? ഓപ്ഷൻസ് PVC, നൈലോൺ 6, നൈലോൺ 66, ടെർലീൻ. ഏതാണ് ഹോമോപോളിമറിന് എക്സാമ്പിൾ? അവിടെ ആൻസർ കീഴിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി PVC ആണ് കറക്റ്റ് ആൻസറായി കൊടുത്തിരിക്കുന്നതെങ്കിലും നൈലോൺ 6ഉം കറക്റ്റാണ്. ഹോമോപോളിമർ എന്ന് പറയുന്നത് ഒരൊറ്റ മോണോമറിൽ നിന്ന് ആണ് നമുക്ക് പോളിമർ കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ഹോമോപോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, മോണോമർ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നൈലോൺ 6 ആകുമ്പോൾ ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ. അതിൽ നിന്നാണ് നമുക്ക് ഈ നൈലോൺ 66 കിട്ടുന്നത്. റിയാക്റ്റൻ സൈഡിൽ 2 ആളുകളുണ്ടായിരുന്നു. പക്ഷേ PVCക്ക് ആണെങ്കിലോ വിനൈൽ ക്ലോറൈഡിൽ നിന്നാണ് പോളിവിനൈൽ ക്ലോറൈഡ് കിട്ടുന്നത്. നൈലോൺ 6 ആണെങ്കിലോ നമുക്ക് ഒറ്റ കോമ്പൗണ്ടിൽ നിന്നാണ് കിട്ടുന്നത്. കാപ്രലാക്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതാണ് നമ്മുടെ നൈലോൺ 6ൻ്റെ മോണോമർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. കാപ്രലാക്റ്റം മോണോമർ ഓഫ് നൈലോൺ 6. ഇത് സിംഗിൾ മാൻമെയ്ഡ് മോണോമർ ആണ്, യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് നൈലോൺ 6. ഇപ്പോൾ നൈലോൺ 66 വരുമ്പോഴെന്തായി? ഹെക്സാമെത്തിലീൻ ഡയമിനും അഡിപ്പിക് ആസിഡും രണ്ടെണ്ണം വരുന്നുണ്ട്. അതിലെയാണ് ഈ 6 കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. PVC ആണെങ്കിൽ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. പിന്നെ വരുന്നതാണ് ടെർലീൻ. ടെർലീൻ്റെ പ്രത്യേകത അവിടെ എന്താ വരുന്നത്? ഹെട്രോപോളിമർ ആണ്. അതായത് റിയാക്ടൻ സൈഡിൽ 2 പേരുണ്ടായിരിക്കും. എത്തിലീൻ ഗ്ലൈക്കോളും ടെറഫ്താലിക് ആസിഡും ആണ് വരുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. എന്താണ് പെറ്റ് എന്നൊക്കെ പറയും. പോളി എത്തിലീൻ ടെറഫ്താലേറ്റിൻ്റെ ട്രേഡ് നെയിമാണ് ടെർലീൻ എന്ന് പറയുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഹോമോപോളിമറിൽ വരുന്നത് PVC, നൈലോൺ 6 മാത്രമാണ്. അതായത് റിയാക്ടൻ സൈഡിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ, the process of recovery of the constituents from the chromatogram is called dash. Options dilution, elution, eluent, recoveration. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഇലൂഷൻ ആണ്. ഇലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് റിക്കവറി ഓഫ് ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫ്രം ദ ക്രോമറ്റോഗ്രാം. നെക്സ്റ്റ് വൺ, പിന്നെ ക്രോമറ്റോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ട് വേറെയും ടേംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ എന്താണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്, എന്താണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്, ആ ഗ്രാഫിൻ്റെ പേരെന്താണ്, RF വാല്യൂ എങ്ങനെ കാണും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ക്രോമറ്റോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. പിന്നെ മൊബൈൽ ഫേസ് ഏതാണ്, സ്റ്റേഷനറി ഫേസ് ഏതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രഫിയിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേസസ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ RNA? RNAയിൽ പ്രസൻറ്റ് ആവാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, യുറാസിൽ. RNAയിൽ ഇല്ലാത്തത് ഏതാണ്? യെസ്, തൈമിനാണ്. മുൻപ് നമ്മൾ പറഞ്ഞിരുന്നത് RNAയിൽ ഉള്ളത് ഏതാണ്? ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ RNAയിൽ മാത്രമായിട്ട് കാണുന്നതാണ് യുറാസിൽ. യുറാസിലിൻ്റെ 6 കണ്ടാൽ അത് RNAയ്ക്ക് ഉള്ളതാണെന്ന് ഓർക്കാനൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. Next one, the increasing accumulation of insecticide in higher organism is called. Options bioaccumulation, biopersistence, bioconcentration, bioaccumulation. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ബയോ അക്യുമുലേഷൻ ആണ്. ഇൻക്രീസിങ് അക്യുമുലേഷൻ ഓഫ് ഇൻസെക്ടിസൈഡ് ഇൻ ഹയർ ഓർഗാനിസം. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബയോ അക്യുമുലേഷൻ ആണ് ആൻസർ എന്ന്.
നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഇൻ ദ ലബോറട്ടറി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. ഓപ്ഷൻസ് എന്താണ്? യൂറിയ, ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ എ, കെയിൻ ഷുഗർ. കറക്റ്റ് ആൻസർ യൂറിയ ആണ് അല്ലേ. ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഇൻ ദ ലബോറട്ടറി ഈസ് യൂറിയ. നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ദ ടൈട്രേഷൻ ബിറ്റ്വീൻ ഓക്സാലിക് ആസിഡ് ആൻഡ് NOH ഈസ് ഡാഷ്. ഓപ്ഷൻസ് മിഥൈൽ ഓറഞ്ച്, ഡൈഫിനൈൽ അമീൻ, KMNO4, ഫിനോഫ്തലീൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ഫിനോഫ്തലീൻ അല്ലേ. ഫിനോഫ്തലീൻ. അപ്പോൾ ഓരോന്നിലും നിങ്ങൾ പഠിക്കണം. സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ് ഏതാണ്? സ്ട്രോങ് ബേസ് അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ് രണ്ടും സ്ട്രോങ് ആകുമ്പോൾ രണ്ടും വീക്ക് ആകുമ്പോൾ, അതുപോലെ ഒന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്ക് ആകുമ്പോൾ ഓരോ കേസിലും അവിടെ ഇൻഡിക്കേറ്ററിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യണം കേട്ടോ. Next one, which class of enzyme catalyzes the oxidation of an alcohol to an aldehyde? Options ligase, isomerase, oxidoreductase, liase. ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഓക്സിഡോറിഡക്റ്റേസ് ആണ്. കാറ്റലൈസസ് ദ ഓക്സിഡേഷൻ ഓഫ് എൻ ആൽക്കഹോൾ ടു എൻ ആൽഡിഹൈഡ്. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈം ആണ് ഓക്സിഡോറിഡക്റ്റേസ്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. Next one, which one of the following bacteria can fix nitrogen? Options Lactobacillus, Pseudomonas, Rhizobium, Staphylococcus. Correct answer വരുന്നത് ഓപ്ഷൻ സി ആണ്, റൈസോബിയം. റൈസോബിയം ആണ് വരുന്നത് കേട്ടോ. Next one, cream is separated from milk by the process of dash. ഓപ്ഷൻസ് ഇവാപറേഷൻ, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, സെൻട്രിഫ്യൂഗേഷൻ. കറക്റ്റ് ആൻസർ ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ. പലതവണ നമ്മൾ പഠിച്ചു, അതിൻ്റെ പ്രോസസ്സ്, പ്രിൻസിപ്പിൾ എല്ലാം ചോദിക്കാറുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലൈസോസൈം ഈസ് ഫോംഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി ബോഡീസ്, then ribosome. Correct answer option C ആണ്, ഗോൾഗി ബോഡീസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ 1 molar aqueous solution is? ഓപ്ഷൻസ് 1.7700, 0.1770, 0.0177, 0.0344. നമുക്ക് എന്തായാലും പ്രോബ്ലം വരും, പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്തോളൂ. അതിലൊരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ് ഈ മോൾ ഫ്രാക്ഷൻ ചോദിച്ചിട്ടുള്ളത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ കാണാൻ ഇക്വേഷൻ എങ്ങനെയാണ്? x1 = n1/n1 + n2. അതുപോലെ x2 = n2/n1 + n2. ഇതൊക്കെയാണ് ഇക്വേഷൻ. അപ്പോൾ n1 n2 എന്നൊക്കെ പറയുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട്, മോൾസ് ഓഫ് സോൾവെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മളത് കണ്ടുപിടിക്കണം. മോൾസ് ഓഫ് സൊല്യൂട്ട് എന്താണ്, മോൾസ് ഓഫ് സോൾവെൻ്റ് എന്താണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് ദ സൊല്യൂട്ട് ഇൻ എ 1.00 മോളാർ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി നമുക്ക്. n1 എന്താണെന്ന് കിട്ടി. എന്താണ്? 1 ആണ് അല്ലേ. 1 മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾസ് ഓഫ് സൊല്യൂട്ട് 1 മോളാറാണ്. പിന്നെ നമുക്കിനി മോൾസ് ഓഫ് സോൾവെൻ്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് അപ്പോൾ നമുക്ക് n1 കിട്ടി. n1 = 1 അല്ലേ. പിന്നെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x1 = n1/n1 + n2 ആയിരുന്നു ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n2 ആണല്ലേ. അതായത് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്. അതായത് മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് 1000 ആണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഏതാണ്? നമ്മുടെ മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് നമ്മുടെ അല്ലേ. മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ മോൾസ് ഓഫ് സോൾവെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 18 ആണ്. ദാറ്റ് ഈസ് = 55.55 വരും. ഓക്കെ. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കാണാം? മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് x ആണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ x = 1/1 + 55.55 വരും. ദാറ്റ് ഈസ് = 0.17683. ഒന്നുകൂടി റൗണ്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 0.177. ഓക്കെ. ഇവിടെ ഒരു 0 കൂടി ഉണ്ട് കേട്ടോ.
0.0177. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ മോൾസ് ഓഫ് സോൾവെൻറ്റും മോൾസ് ഓഫ് സൊല്യൂട്ടും നമുക്കറിയണം. അറിഞ്ഞില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഏതാണ് തന്നിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ അക്വ സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടറാണ്. H2O വരുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ഓക്സിജൻ്റെ 16 മാസാണ് നോക്കുന്നത്. ഓക്സിജൻ്റെ 16ഉം ഹൈഡ്രജൻ്റെ 2ഉം അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത്. ഓക്കെ, 1000ൽ നിന്ന് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോൾസ് ഓഫ് സോൾവെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താം. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Of the following, the largest value of entropy at 25 degrees Celsius and 1 atmosphere is that? Options CH4, H2, C2, H6, C2, H2. എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ കണ്ട ഒരു വലിയ പ്രോബ്ലം ആണെന്ന് തോന്നും, പക്ഷേ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിൻ്റെ വാല്യൂസ് അല്ല അല്ലേ. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എൻട്രോപ്പി അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 അറ്റ്മോസ്ഫിയർ ഏതിനാണ്? ഈ തന്നിരിക്കുന്നതിൽ ഈ ഒരു കണ്ടീഷനിൽ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എൻട്രോപ്പി ഏതിനാണ്? അപ്പോൾ എന്തായിരിക്കും? നമുക്ക് പറയാനുള്ളത് മാക്സിമം എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു കാര്യത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ സൈസിനെ. എൻട്രോപ്പി എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത് സൈസ് ഇൻക്രീസ് ചെയ്യും തോറുമാണ്. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റാൻഡംനെസ് കൂടും. റാൻഡംനെസ് കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡിസോർഡർ ആയി എന്നല്ലേ. ഡിസോർഡർ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? എൻട്രോപ്പി കൂടുക അല്ലേ. അത്രേ ഉള്ളൂ. സൈസ് കൂടും തോറും റാൻഡംനെസ് കൂടും. റാൻഡംനെസ് ഇൻക്രീസ് ചെയ്യും തോറും എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം ഓരോന്നിൻ്റെ സൈസും. നിങ്ങൾ പറയണം ഏതിനായിരിക്കും എൻട്രോപ്പി കൂടുതലെന്ന്. ഇപ്പോൾ C2H2ൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 200.8 ആണ്. എൻട്രോപ്പിയാണ് പറയുന്നത് കേട്ടോ. H2ൻ്റെ ആണെങ്കിൽ 130.58. C2H6ൻ്റെ 229.5. ദെൻ CH4ൻ്റെ 186.2. ഇതിലേതിനാണ് എൻട്രോപ്പി ഏറ്റവും കൂടുതൽ വരുന്നത്? യെസ്, C2H6 ഇതിനാണ് ഏറ്റവും കൂടുതൽ എൻട്രോപ്പി അല്ലേ. 229.5 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് മാക്സിമം ആണ്. ഈ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് മാക്സിമം വരുന്നത് C2H6നാണ്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പിയും കൂടുതൽ ആർക്കാണ്? C2H6നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ ഇൻ വാട്ടർ. ഓപ്ഷൻസ് ഡൊമസ്റ്റിക് എഫ്ലുവൻറ്റ്, കെമിക്കൽ എഫ്ലുവൻറ്റ്, സ്റ്റീൽ പ്ലാന്റ് എഫ്ലുവൻറ്റ്, ഫാർമ ഇൻഡസ്ട്രീസ് എഫ്ലുവൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൊമസ്റ്റിക് എഫ്ലുവൻറ്റ്. നെക്സ്റ്റ് വൺ. വാട്ട് ടെക്നിക് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് കോൺട്രാസ്റ്റ് ഇൻ മൈക്രോസ്കോപ്പി ബൈ സ്റ്റെയിനിങ് ദ സ്പെസിമെൻ? ഓപ്ഷൻസ് ബ്രൈറ്റ് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻസ്, സ്റ്റെയിനിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റെയിനിങ്. നെക്സ്റ്റ് വൺ. വിച്ച് ടേം ഡിഡ് Leeuwenhoek use to describe the microorganism he observed under the microscope? Options animalcules, microbes, cells, pathogen. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആനിമൽക്യൂൾസ് എന്നുള്ള ടേം ആണ് യൂസ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ പെട്രി ഡിഷ് ഇൻ മൈക്രോബയോളജി? പെട്രി ഡിഷ് കണ്ടുപിടിച്ചത് ആരാന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പെട്രി ഡിഷ്? ഓപ്ഷൻ സ്റ്റൈനിങ് ബാക്ടീരിയ, ഐസൊലേറ്റിംഗ് പ്യുവർ ബാക്ടീരിയൽ കൾച്ചേഴ്സ്, മെഷറിംഗ് ബാക്ടീരിയൽ ഗ്രോത്ത് റേറ്റ്, അനലൈസിംഗ് DNA സീക്വൻസസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഐസൊലേറ്റിംഗ് പ്യുവർ ബാക്ടീരിയൽ കൾച്ചേഴ്സ്. പ്യുവർ ബാക്ടീരിയൽ കൾച്ചേഴ്സിനെ ഐസൊലേറ്റ് ചെയ്ത് കിട്ടുന്നതിനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഡെവലപ്പിംഗ് വിച്ച് സ്റ്റെയിനിങ് ടെക്നിക് വൈഡ്ലി യൂസ്ഡ് ഇൻ മൈക്രോബയോളജിയിൽ ഏത് സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഡെവലപ്പ് ചെയ്തത്? ആര്? നമ്മുടെ ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് ആസിഡ് ഫസ്റ്റ് സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ്, സീൽ നെൽസൺ സ്റ്റെയിനിങ്, റൈറ്റ് സ്റ്റെയിനിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗ്രാം സ്റ്റെയിനിങ് ആണ് കേട്ടോ. ഗ്രാം സ്റ്റെയിനിങ് ആണ്. നെക്സ്റ്റ് വൺ. ഏണസ്റ്റ് റസ്ക ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് സിഗ്നിഫിക്കൻറ്റ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്? ഓപ്ഷൻസ് മാസ് സ്പെക്ട്രോമീറ്റർ, ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പ്, എക്സ്റേ മെഷീൻ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോമീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്.
Next one, pure culture also known as options exenic culture, swap culture, mixed culture, none. Correct answer exenic culture. Next question, culture medium for Mycobacterium tuberculosis. Options Lowenstein Jensen medium, McConaughey's medium, Wilson Blair medium, none of these. Correct answer Lowenstein Jensen medium. Next one, the colors of acid fast and non-acid fast bacteria are respectively options blue red, red blue, red black, black purple. Correct answer option B, red blue. Next one, dash is gram-positive rod and spore forming bacteria. Options Pseudomonas, Staphylococcus, Salmonella, Bacillus. Correct answer option D, Bacillus. Next one, the method in which the cells are frozen dehydrated is called. Options pasteurization, desiccation, disinfection, lyophilization. Correct answer option D, lyophilization. Next question, which part of the light microscope controls the intensity of light entering the viewing area? Options cos adjustment screw, fine adjustment screw, diaphragm, condenser lens. Correct answer option C, diaphragm. Next one, when lambda max of a compound shifts to longer wavelength, the compound is said to hypsochromic shift, hyperchromic shift, bathochromic shift, none. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബാത്തോക്രോമിക് ഷിഫ്റ്റ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കട്ടെ, എപ്പോഴും ചോദിക്കും റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അല്ലേ, അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് എവിടേക്കാണോ കൂടുന്നത്, ലോങ്ങർ വേവ് ലെങ്ത് ഏതാണ്, ഷോർട്ടർ വേവ് ലെങ്ത് ഏതാണ്, പല രീതിയിലും ചോദിക്കും. ആ ഗ്രാഫ് വെച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ. ദെൻ the spectroscopic technique that deals with the emission of secondary electron in options X-ray fluorescence, photoelectron spectroscopy, ion scattering spectroscopy, Auger electron spectroscopy. Correct answer option D, Auger electron spectroscopy. Next one, determination of CFSE of transition metal complexes can be done using dash spectroscopy. Options electric, rotational, ESR, NMR. കറക്റ്റ് ആൻസർ ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് സ്പെക്ട്രോസ്കോപ്പി ആണ് CFSEയുടെ ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് സിഗ്നൽസ് എക്സിബിറ്റഡ് ബൈ ദ പ്രോട്ടോൺ ഓഫ് TMS in its NMR സ്പെക്ട്രം. ഓപ്ഷൻസ് 2, 1, 3, 4. കറക്റ്റ് ആൻസർ 1. നമ്പർ ഓഫ് സിഗ്നൽസ്, എത്ര സിഗ്നൽസ് ആണ് കാണിക്കുന്നത്, പലതവണ ചോദിച്ചിട്ടുണ്ട്. റെഫറൻസ് കോമ്പൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഏത്, എന്തുകൊണ്ടാണ് റെഫറൻസ് കോമ്പൗണ്ടായിട്ട് TMSനെ എടുത്തത്, അങ്ങനെ പല രീതിയിലും ചോദിക്കാം. TMSൻ്റെ ഫുൾ ഫോം വരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഒരെണ്ണമാണ്, ഒരു സിഗ്നലാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൂ ഡിസ്കവേർഡ് ദ മാസ് സ്പെക്ട്രോമീറ്റർ. ഓപ്ഷൻസ് വാൾട്ടർ കോഫ്മാൻ, ഏണസ്റ്റോ ലോറൻസ്, ഫ്രാൻസിസ് ആസ്റ്റൺ, JJ തോംസൺ. കറക്റ്റ് ആൻസർ JJ തോംസൺ ആണ് മാസ് സ്പെക്ട്രോമീറ്റർ ഡിസ്കവർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുവാണ്. ഇനി മോഡൽ എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സാനിറ്ററിയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത 2 എക്സാം നമുക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് ലാബ് അസിസ്റ്റൻറ്റും മൈക്രോബയോളജിസ്റ്റാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ സന്തോഷമായി, വളരെ എനർജിയോട് കൂടി, ഒരു ടെൻഷനും ഇല്ലാതെ, നെഗറ്റീവ് വരാതെ വളരെ ഭംഗിയായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.